ഏതോ ഒരു മൂസത്തിൻ്റെ അടുത്ത് പണ്ട് ഒരുപാട് കാലം മുമ്പ് ഒരാളെ കൊണ്ടുവന്നു. രോഗിയാണ്, കടുത്ത തലവേദന. അവസാനം ഈ ആം, രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ആ മൂസത് വൈദ്യര് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഈ തലയോട്ടി പതുക്കെ ഇളക്കി മാറ്റിയത്രേ. നോക്കുമ്പോൾ അതിനകത്ത് പുഴുക്കൾ. ഇത് ഞാൻ കേൾക്കുമ്പോൾ ആളുകൾ കെട്ടുകഥ എന്ന് പറയും. കെട്ടുകഥ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയത് പണ്ടങ്ങോ വായിച്ച ഒരു ഓർമ്മയാണ്. നാട്ടുവൈദ്യനാണ്. നാട്ടുവൈദ്യന്മാർക്ക് ഒരുപക്ഷെ തലച്ചോറിനുണ്ടാവുന്ന അണുബാധ, ഈ പുഴുക്കൾ എന്ന് പറയുന്ന അണു എന്ന് പറയാമല്ലോ, പോലും ചികിത്സിക്കാൻ കഴിയുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി വരച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡും തുടങ്ങിയത് ചൂണ്ടുവിരൽ അല്ലേ, ചൂണ്ടുപർമ്മം, നോക്കുപർമ്മം ഒക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങ് പറഞ്ഞു അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, വെറും കഥകൾ മാത്രമാണ്, അല്ലെങ്കിൽ ചില ആളുകളെ ഇങ്ങനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു നാറേറ്റീവ്സ് ആണെന്ന് പറഞ്ഞു. ഏതായാലും ഈ പാരമ്പര്യ വൈദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാട്ടുവൈദ്യം എന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കളരി ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ പഴയ കാലത്ത്, ഇപ്പോൾ സംഘപ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ, അടിയന്തരാവസ്ഥ കാലത്തൊക്കെ വലിയ മർദ്ദനമേറ്റ ആളുകളൊക്കെ കളരി ചികിത്സയ്ക്കൊക്കെ വിധേയരായി അവർ പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പഴയ നമ്മുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ, അത് കളരി ചികിത്സയാവട്ടെ, മർമ്മ ചികിത്സയാവട്ടെ, നാട്ടുവൈദ്യമാവട്ടെ, വളരെ ഫലപ്രദമായിരുന്നു. ഇന്നിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അന്യം നിന്ന് പോയിരിക്കുന്നു. പക്ഷേ അതിനെയൊക്കെ പ്രിസർവ് ചെയ്ത് സംരക്ഷിച്ച് നടത്തുന്ന അപൂർവം ചില സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് കീർത്തി ഗുരുക്കളുടെ പെരുമ്പാവൂർ കേന്ദ്രം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാറുണ്ട്. നമ്മൾ ഈ മർമ്മം എന്നൊക്കെ പറയുന്നില്ലേ, ശരീരത്തിൽ എത്ര മർമ്മങ്ങളുണ്ട്? ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടോ അത്രയും മർമ്മങ്ങളുണ്ട്. ദൈവമേ, അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരിടത്തും തൊടാൻ പറ്റും. ഓരോ സെല്ലും ഒരു മർമ്മമാണ്, അല്ലെങ്കിൽ ഓരോ വർമ്മമാണ്. വർമ്മം ഇന്ന് എല്ലാവർക്കും മർമ്മം എന്നുള്ള വാക്കാണ് കൂടുതൽ പരിചിതമായത്. അതുകൊണ്ട് നമ്മളും അങ്ങ് പറയും. എത്ര സെല്ലുണ്ടോ കൗണ്ട്ലെസ് ആണ്. എത്ര കോടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില കണക്ക് പറയുന്നത് 300 ട്രില്യൺ എന്നൊക്കെ പറയും. അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ സെല്ലിൻ്റെയും ഉള്ളിൽ 2-3 പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ വലത്തോട്ട് പ്രദക്ഷിണമായിട്ട് കറങ്ങുന്നതെന്നും അപ്രദക്ഷിണമായിട്ട് കറങ്ങുന്നതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ മർമ്മവും MRIയുടെ സാങ്കേതിക വിദ്യ ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ ആ യന്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി അവിടെ വെച്ചതിന് ശേഷം അതിശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകും. ഭൂമിയുടെ ആകർഷണത്തിൻ്റെ 900 മടങ്ങ് ഓളം ഗ്രാവിറ്റിയുള്ള ഒരു ഓക്സിജൻ സിലിണ്ടറിനെയൊക്കെ അങ്ങ് വലിച്ചെടുക്കാൻ ശേഷിയുള്ള അത്രയും ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് ഒരു മനുഷ്യനെ കയറ്റി വെക്കുന്നത്. അതിൻ്റെ മുകളിൽ ഉള്ള മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രവർത്തിക്കുമ്പോൾ ഇത് തമ്മിൽ, ആ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ ഒരു കരകരാ ശബ്ദം കേൾക്കും. ഈ ഇത് തമ്മിൽ വേവ്സ് തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ്. ഇത് പരിശോധിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് മുട്ടിൻ്റെ ആണെങ്കിൽ ആ ഭാഗത്തെ അതിൻ്റെ ജലാംശം, അവിടുത്തെ വാട്ടർ കണ്ടൻറ്റ്, അതിനകത്തുള്ള ഹൈഡ്രജൻ, ആ ഹൈഡ്രജൻ്റെ ആറ്റങ്ങളുടെ ചലനം നിശ്ചലമാണോ, പ്രദക്ഷിണമാണോ, അപ്രദക്ഷിണമാണോ? ഞാനിത് വായിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. 2015 നോബൽ സമ്മാനം കിട്ടിയ ഒരു സാങ്കേതിക വിദ്യയാണ് MRI. ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ ചലനം? ഇത് ഉടൻ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പോൾ ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് ഈ ചലനമെല്ലാം നിശ്ചലമാകും. പെട്ടെന്ന് ഇത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ മിഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇതിനെ അനലൈസ് ചെയ്യുകയാണ്. എത്രണ്ണം വലത്തോട്ട് കറങ്ങുന്നതൊക്കെ ആരോഗ്യമുള്ളത്, ചിലത് നിശ്ചലമായി പോയി, ചിലത് ഇടത്തോട്ട് കറങ്ങുന്നു. ഇത് ആ ഡേറ്റയെ അതിനകത്ത് നേരത്തെ പ്രീ ലോഡഡ് ആയിട്ടുള്ള ഇമേജുകളുമായിട്ട് മെർജ് ചെയ്തിട്ടാണ് നമുക്ക് MRIയുടെ ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ ഈ പറഞ്ഞത് 100% കൃത്യമല്ല. നമ്മുടെ ഈ സംഭാഷണത്തിൽ ഇങ്ങനെ എനിക്കത് പറയാൻ പറ്റും. ഞാനിതിൻ്റെ ഒരു വിദഗ്ധനുമല്ല. ഇതിന് മനസ്സിലാവുന്ന ഭാഷയിലാണ് അവർ.
ഇതിനകത്ത് ശ്രദ്ധേയമായ കാര്യം ശരീരത്തിലെ ഇതിൻ്റെ വലത്തോട്ടുള്ള ചലനമാണ് ഇതിനകത്ത് വിലയിരുത്തുന്നത്. ഇടത്തോട്ടുള്ള ചലനം നാശത്തിലേക്കും വലത്തോട്ടുള്ള കറക്കം അതിൻ്റെ ജീവൻ്റെ രഹസ്യവുമാണ്. അപ്പോൾ ഈ വലത്തോട്ട് കറങ്ങുന്നത് വർമ്മവും ഇടത്തോട്ട് കറങ്ങുന്നത് മർമ്മവുമാണ്. ഇതിൻ്റെ ഇടയിൽ രൂപപ്പെടുന്ന ഒന്നാണ് ജീവൻ. വലത്തോട്ട് കറങ്ങുന്നതിനെ കഫതത്വമായിട്ടും ഇടത്തോട്ട് കറങ്ങുന്നതിനെ വാതതത്വമായിട്ടും നടുക്ക് രൂപപ്പെടുന്നതിനെ പിത്തവുമായിട്ടുമാണ് നമ്മൾ സാധാരണ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ ശരീര ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ആ കൈയുടെ ഒരു പ്രത്യേക ഭാഗത്ത് എനിക്ക് പിടിച്ചാൽ അങ്ങയുടെ ആ കൈയുടെ വലത്തോട്ടുള്ള ആ ഭാഗത്തിൻ്റെ ചലനത്തിനെ എനിക്ക് ഇടത്തോട്ട് ക്രമീകരിക്കാൻ പറ്റും. ഇതിൻ്റെ സാങ്കേതികമായ കൃത്യമായിട്ട് ശരീരരചനാശാസ്ത്രവും ശരീര സഞ്ചലന ശാസ്ത്രവും, അതായത് അനാട്ടമി ഫിസിയോളജി കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും, മാറ്റിയിടാൻ പറ്റും. ആ ഇടത്തോട്ട് കറങ്ങി തുടങ്ങിയാൽ അത് കടുത്ത വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ചെയ്യാം. 108 മർമ്മങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദിമർമ്മം, കൊണ്ടക്കൊല്ലി, തിലസക്കാലം, പുരികക്കാലം, മീൻപെട്ടിക്കാലം, മെത്തച്ചുഴിയാടി, ഇങ്ങനെ 108 മർമ്മങ്ങളെ എണ്ണി പറയുന്നുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടുന്ന ഒരു വഴി മാത്രമാണ്. ഇതൊരു വിദ്യാർത്ഥിക്ക് ഓരോ ഭാഗങ്ങളെയും എടുത്ത് ഓരോ ലെസണാണ്. ഓരോ ഈ നമ്മളിപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടക്കൊല്ലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മർമ്മമുണ്ട്. കൊണ്ടാൽ ഇരിപ്പതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ മർമ്മത്തിന് ആഘാതം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, ഇത്തരം വർണ്ണനകളൊക്കെ ഉണ്ട്. അപ്പോൾ കയ്യിൽ ചില ഒരു പ്രത്യേക ഭാഗത്ത് പരിക്ക് പറ്റിയാൽ ഉടൻ തന്നെ എന്ത് സംഭവിക്കും, ഇത്തരം വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. കേവലം അത് മാത്രം പഠിച്ചിട്ട് അതിനകത്ത് അഭിരമിച്ചു പോകും. പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കരുത്തുള്ളവൻ എവിടെ പിടിച്ചാലും നമുക്ക് വേദന. അവിടെ സംഭവിക്കുന്നത് അവൻ്റെ നമുക്ക് പരിക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ വലത്തോട്ടുള്ള ചലനം ഇടത്തോട്ട് മാറുന്നു എന്നാണ്. ഈ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഈ 108 സ്ഥാനങ്ങൾ. അറിവുള്ളവൻ എവിടെയും മർമ്മമാക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞ ഒരുത്തന് എവിടെയും മർമ്മം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു രസകരമായൊരു കാര്യം, ഇപ്പോൾ കയ്യിലെ മർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ തുടയിലെ മർമ്മം, ഈ തുടയുടെ മധ്യഭാഗത്തൊരു മർമ്മമുണ്ട്. ആ മർമ്മത്തിന് പല സമ്പ്രദായത്തിൽ പല പേരുകൾ പറയുന്നുണ്ട്. അതിന് പരിക്ക് പറ്റിയാൽ 6 മാസത്തിനകത്ത് മരണം. അങ്ങനെയുണ്ടോ? അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കാല് മുറിഞ്ഞു പോയ ആൾക്ക്, കാല് മുറിഞ്ഞു പോയ വ്യക്തി വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ യുക്തിയിലൂടെ മാത്രമേ ആ മർമ്മം തന്നെ പോയി. ഹൃദയത്തിനെ ഡോക്ടർമാർ കീറി മുറിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മർമ്മത്തിനൊക്കെ എന്ത് പറ്റുന്നു? വയറ് കീറി മുറിക്കുന്നു അവിടെ മർമ്മങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മർമ്മം എന്ന് പറയുന്നത് ശരിയായിട്ട് മനസ്സിലാക്കാത്തവരുടെ മുമ്പിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഉത്തരം ഉണ്ടാകത്തില്ല. ഇപ്പോൾ പറയും അത് അതീവ രഹസ്യമാണ്, ക്യാമറയുടെ മുമ്പിൽ പറയാൻ പാടില്ല എന്ന്. അല്ല, ഇവിടെ വേറെ സംശയം. ഇത്രയും ചോദിച്ചാൽ എനിക്കിപ്പോൾ ഒരു സംശയം, എന്താ മർമ്മം? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ശരീരത്തിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനത്തിനെ വിപരീത ദിശയിലേക്ക്, MRIയുടെ ഉദാഹരണം ഞാൻ മനസ്സിലായി. ശരീരം പൊതുവെ വലത്തേക്കാണ് കറങ്ങുന്നത്. നമുക്ക് ക്ഷേത്രത്തിലെ പ്രദക്ഷിണം, ഭൂമിയുടെ പ്രദക്ഷിണം ക്ലോക്ക് വൈസ്, അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കിയാൽ ഏത് ഭാഗത്തിനും കുഴപ്പം സംഭവിക്കാം. അപ്പോൾ ഈ പരിക്കുകളെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ അടിയന്തരാവസ്ഥയിലെ പരിക്കുകൾ പറഞ്ഞു. ഈ പരിക്കിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ സാധിക്കും? പരിക്ക് പേശികൾ, തൊലികളുടെ പുറത്ത് മാത്രം ഉണ്ടാകുന്ന പരിക്കുകൾ, ബാഹ്യമായ പേശികളുടെ പുറത്ത് ഉണ്ടാകുന്ന പരിക്കുകൾ, അസ്ഥിയുമായിട്ട് ചേർന്നിരിക്കുന്ന പേശിക്കുണ്ടാകുന്ന പരിക്കുകൾ, അസ്ഥിക്കുണ്ടാകുന്ന പരിക്കുകൾ, ആന്തരികമായ അവയവങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകൾ. അത് 2 രീതി സംഭവിക്കും. ബാഹ്യമായ ക്ഷയം കൊണ്ട്, അതല്ലെങ്കിൽ ഈ വാരിയലൊക്കെ ഒടിഞ്ഞ് അതിനകത്തേക്ക് കയറിയിട്ടുണ്ടാകുന്ന പരിക്കുകൾ, ലങ്സിനകത്ത് കയറിയിട്ടുള്ള പരിക്കുകൾ, അതായത് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്ന പരിക്കുകൾ. ഇങ്ങനെ പരിക്കുകളെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഇന്ന് നമുക്ക്
ചെയ്യാൻ സാധിക്കുന്നത് ഈ ബാഹ്യമായ പരിക്കുകൾ, അതായത് പേശികൾക്കും അതിനെ വില്ലും വിഷയും എന്നുള്ള ഒരു സാങ്കേതിക സംജ്ഞയാണ് ഉപയോഗിക്കുന്നത്. ഈ പുറത്തെ പേശികൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രക്തക്കുഴലുകൾക്കും നാഡികൾക്കും ഉണ്ടാകുന്ന പരിക്കുകളെയാണ് നമുക്കിന്ന് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നത്. അസ്ഥിയിലേക്ക് പോയാൽ 90 ദിവസം എടുക്കും പരിഹരിക്കാൻ. അത് വേഗത്തിൽ അത് സാധിക്കത്തില്ല. അപ്പോൾ പരിക്കുകളുടെ സ്വഭാവം അനുസരിച്ച് അതിന് സുഖപ്പെടുത്തുന്ന രീതിക്കും കാലഗണനയ്ക്കും സമയത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ മർമ്മം സംഭവിച്ച് പരിക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ മർമ്മത്തിന് ക്ഷതം സംഭവിച്ചു, ക്ഷതം സംഭവിച്ചു, ഇടത്തോട്ട് മർമ്മം ഭേദിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പരിഹാരം ശരീരത്തിൽ തന്നെ ചെയ്യണം. അതിന് മന്ത്രവാദം ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അസ്ഥിഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥിയെ ഭംഗിയായിട്ട് പിടിച്ചിടണം. ഇത് പിടിച്ചിടുന്നത് ഒരു കലയാണ്. സന്ധികൾ ഊരി പോന്നാൽ തിരികെ കയറ്റുന്നത് ഇതിൻ്റെ ഇത് പരിശീലനം കൊണ്ടും നമ്മൾ നിരന്തരം ചെയ്ത് ഒരാളുടെ മേൽനോട്ടത്തിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ അനുവാദമുള്ളൂ, പുതിയൊരാൾക്ക്. അപ്പോൾ സന്ധികൾ ഊരിപ്പോരുന്നതും അസ്ഥികൾ പൊട്ടി പൊസിഷൻ മാറുന്നതും പൊട്ടിപ്പുറത്തെ ഇങ്ങനെ ഇതൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യം, നമുക്ക് ഒരു പരിക്ക് പറ്റിയാൽ ആ വേദന മാറണം. പരിക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് അസ്ഥിയൊക്കെ പൊട്ടി പുറത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പാരമ്പര്യമായ രീതിയിൽ ചികിത്സിക്കാൻ സാധിക്കും. പക്ഷെ അതിനെക്കാട്ടിലും പ്രായോഗികം ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് പോകുന്നത് തന്നെയാണ്. അത് നിരവധി കാരണങ്ങളുണ്ട്. ഇൻഫെക്ഷൻ വരുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യം. ഇന്നത്തെ പാരമ്പര്യ വൈദ്യ സ്ഥാപനങ്ങളിൽ ഇതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യാൻ ആരും മെനക്കെടാറില്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതി പലർക്കും ഇല്ല. പക്ഷേ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ ഇപ്പോൾ കമ്പത്ത്, ആ തേനിയിൽ നിന്ന് താഴേക്ക് ചെല്ലുന്ന സ്ഥലത്ത് കമ്പത്ത് അങ്ങനെ ഒരു പൂശാരിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് 10-20 ഇത് എത്ര പൊട്ടി തകർന്നാലും നേരെയാക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശിലുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ സ്ഥലം. അവിടെ നിന്ന് അവരോടൊപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇത് രാജസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അസ്ഥിഭ്രംശത്തിൻ്റെ നല്ല സ്ഥലങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് അത്തരത്തിലൊരിത് പറ്റിയാൽ, കാരണം കടുത്ത വേദനയാണ് ഒരു അസ്ഥി പൊട്ടിയാൽ. ഇന്ന് ആ വേദന മാറ്റുന്ന മരുന്നുകൾ പാരമ്പര്യ വൈദ്യത്തിൽ അനുവാദമില്ല ഉണ്ടാക്കാൻ. കഞ്ചാവ്, കറുപ്പ് തുടങ്ങിയ മാദകദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വേണം ഇതിൻ്റെ മരുന്നുകൾ നിർമ്മിക്കാൻ. വേദന സംഹാരിയില്ല. അല്ല, രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ വൈദ്യന്മാർക്ക് ഇത് ഉപയോഗിച്ചൂടെ? ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ആയുഷിൻ്റെ അംഗീകാരത്തോടു കൂടി ഇതിൽ നിന്ന് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര ഫലപ്രദമായിട്ട് ആ വേദനയെ കാരണം ഇതിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന ഈ വസ്തുക്കളുടെ ഡോസൊക്കെ വളരെ കുറവാണ്. അത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു സമ്മോഹിനി, അതിനെ പറയുന്നത് പാരമ്പര്യ വൈദ്യത്തിലെ സമ്മോഹന വിദ്യ ഇപ്പോൾ കൈമോശം വന്നു പോയിട്ടുണ്ട്. എന്നാൽ പുറമേയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പം ഞാനൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കും. ഉറക്കി കിടത്താൻ പറ്റും നമുക്ക്. അതെങ്ങനെയാ? അതിന് ഉറക്കക്കാലം എന്ന് പറഞ്ഞിട്ടൊരു മർമ്മമുണ്ട്. ഈ ഉറക്കക്കാലം എന്ന് പറയുന്ന മർമ്മവും മറ്റു ചില പ്രയോഗങ്ങളും ഇവിടെ സംയുക്തമായിട്ട് ചെയ്താൽ ആൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചൂണ്ടുമർമ്മമൊന്നും അല്ല, അത് ചൂണ്ടുമർമ്മമല്ല. ഇത് ഉറക്കാൻ പറ്റുന്നതിന് ഇതിന് ശാസ്ത്രീയമായ വിശദീകരണമുണ്ട്. ദൂരെ നിന്ന് എൻ്റെ വിരൽ ചൂണ്ടിയാൻ പറ്റില്ല. ഇതിൽ നിന്നൊരു ദിവ്യശക്തിയൊന്നും അവിടേക്ക് വരില്ല. ഇത് കൃത്യമായിട്ട് ശരീരത്തിൻ്റെ രക്തപ്രവാഹത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗത്ത് നെല്ലിട ആഴത്തിൽ, ഇതിനെ ബീജപ്രമാണമെന്നും വിരൽ പ്രമാണമെന്നുമാണ് ഇതിൻ്റെ കണക്കുകൾ. അതായത് ബീജപ്രമാണം എന്ന് പറഞ്ഞാൽ നെല്ല്, ആഞ്ഞിലിക്കുരു, മഞ്ചാടി ഇതിൻ്റെയൊക്കെ അളവിൽ അമർത്തുന്നത്. അങ്കുലി പ്രമാണം എന്ന് പറഞ്ഞാൽ നഖം, വിരൽ, ഈ മടക്കുകളുടെയൊക്കെ
രീതിയിൽ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉറക്കക്കാലം എന്ന് പറയുന്ന മർമ്മത്തിൽ ഒന്ന് അമർത്തി ചില കാര്യങ്ങളും കൂടെ ഇത് ആളുറങ്ങിപ്പോകും. ആളുറങ്ങി. ഒരുപക്ഷെ ഇതിൻ്റെ അടിയിൽ കമൻറ്റുമായിട്ട് വരും ഞാൻ ഉറക്കിയിട്ടുള്ള ആൾക്കാർ മണിക്കൂറുകളോളം കിടന്ന്, ചിലർ 5 മിനിറ്റ്. ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഈ രോഗത്തിന് സൈക്കാട്രിക് മെഡിസിനാണ് കൊടുക്കുന്നത്. ഇത് ഇപ്പോൾ ഇന്നെൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ വന്ന അങ്ങയുടെ അടുത്ത് വന്ന പുറത്ത് ഇരിപ്പുണ്ടൊരു കുട്ടി. ഇപ്പോൾ എൻ്റെ ഒപ്പം അവർ 5 വർഷമായിട്ട് അവർ ഗുരുകുലത്തിൽ ഒന്നും പോയിട്ടില്ല. ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ആ രോഗമായിരുന്നു. അത് 2 മിനിറ്റ് കൊണ്ട് ഇത് മാറ്റിക്കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഒന്ന് അവരുടെ ഈ ഉറക്കക്കാലത്തിനെ ഒന്ന് ചെയ്തൊന്ന് കിടത്തി എഴുന്നേറ്റ് വന്നപ്പോൾ മാറി, ആ ഫൈബ്രോമയാൾജിയ മാറി. അതിനകത്ത് എൻ്റെ കൂടെ പ്രവർത്തിച്ച ഡോക്ടർമാരുണ്ട്. അവർ പിന്നീട് കൊടുത്ത ചില ചികിത്സകളും ഇതെല്ലാം ഇതിനകത്ത് ചേരും. എങ്കിലും ആക്സിലറി ആയിട്ടുണ്ട്. ഉറക്കക്കാലം എന്ന് പറയുന്ന മർമ്മം ഉറക്കിക്കളയും. അങ്ങനെ മറ്റു ശ്രദ്ധേയമായ മർമ്മങ്ങൾ ഏതൊക്കെയാണ്? എല്ലാം ഇത് പറയുന്നത് കൊണ്ടാണ്. കാരണം ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല, വായിക്കാൻ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നില്ല, ആരും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ചാനലിൽ അതേപോലെ ഒരാൾ വരുമ്പോൾ ഈ കൗതുകം, ഇപ്പോൾ ഉറക്കക്കാലം നമ്മൾ ആദ്യം കേൾക്കുകയാണ്. ഈ ശരീരത്തിൽ 4 അമൃത സ്ഥാനങ്ങളുണ്ട്. ഈ പാലാഴി മഥനം കഥയുണ്ട്. പാലാഴി മഥനം കഥയിൽ ഈ ഗരുഡൻ അമൃതമായിട്ട് പോയി 4 സ്ഥലത്ത് അത് വീണു. അതുപോലെ നമ്മൾ കുംഭമേളയായിട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭാരതം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമായിട്ടാണ് ഇവിടെ കൽപ്പിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ അകത്ത് 96 ശക്തിപീഠങ്ങളും 12 ജ്യോതിർലിംഗങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് കാശി എന്ന് പറയുന്ന ഈ അമൃത് വീണ ഒരു സ്ഥാനം ഇതാ കാശി. നമ്മൾ തിലകം ചേർത്ത് തിലസക്കാലം എന്ന് അതിന് വേറൊരു പേരുണ്ട്. ഇത് കാശിയാണ്. ഹരിദ്വാർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ത്രംബകേശ്വരം എന്ന് പറയുന്നത് നട്ടലിലാണ്. ഇതിൻ്റെ നേരെ എതിർഭാഗത്ത് വരും. അങ്ങ് ചോദിച്ച ശ്രദ്ധേയമായ 4 സ്ഥാനങ്ങളെക്കുറിച്ച് പറയാം. ഉജ്ജയിൻ മഹാകാലേശ്വർ ഏറ്റവും മുകളിൽ വരും. ഉച്ചി എന്ന് പറയും. ഈ 4 മർമ്മസ്ഥാനങ്ങളെയാണ് ഞാൻ ഏറ്റവും പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നത്. നടുവേദന, പിടലി വേദന, ചില മാനസിക പ്രശ്നങ്ങൾ, ഈ ഫൈബ്രോമയാൾജിയ പോലുള്ള രോഗങ്ങൾ, നിരവധി രോഗങ്ങൾ ഈ 4 സ്ഥാനങ്ങൾ കൊണ്ട് മാറും. ഈ 4 സ്ഥാനങ്ങൾ ഗരുഡൻ അമൃത് കൊണ്ടുവന്ന് വീഴ്ത്തിയ സ്ഥലമാണ്. ശിരസിൽ നിന്നും പുറപ്പെടുന്ന ഗരുഡനാടിയുണ്ട്. ഈ ഗരുഡനാടി ഈ 4 സ്ഥലത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഈ ഗരുഡനാടി താഴെ ചെന്ന് സയാറ്റിക് നെർവുമായിട്ട് യോജിച്ച് താഴെ വരെ വരുന്നുണ്ട്. ഈ സയാറ്റിക് എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. വളഞ്ഞൊക്കെ പോകും. നമുക്ക് ഈ മർമ്മസ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ 2-3 മിനിറ്റ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ ഇത് വരുന്ന എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ല. അങ്ങനെ മാറ്റിയ ആയിരക്കണക്കിന് വ്യക്തികളെ നമ്മൾ രേഖപ്പെടുത്തി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ആർക്കും ഗുരുകുലത്തിലേക്ക് വരികയും ഇത്തരം കാര്യങ്ങളിൽ നമ്മളോട് സംസാരിക്കുകയും നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, കാരണം 4 ഉദ്ദേശമാണ്. ചികിത്സ, പരിശീലനം, അതായത് പുതിയ ആൾക്കാരെ പരിശീലിപ്പിക്കണം, ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പിന്നെ ഗവേഷണം, ഈ 4 മേഖലയിൽ നമ്മൾ അപ്പോൾ ഇത് നമ്മൾ ആരെയും പഠിപ്പിച്ചു കൊടുക്കും. ഇത് ശരീര കോഴ്സ് ഉണ്ടോ? നമുക്ക് കോഴ്സായിട്ടല്ല. പിന്നെ വന്നാൽ എൻ്റെ അടുത്ത് വന്നാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ 3-4 ഡോക്ടർമാരുണ്ട്. ഗുജറാത്തിൽ നിന്ന് കുറച്ച് ഡോക്ടർമാർ വന്ന് പഠിക്കാനായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞവർ പഠിക്കുന്നുണ്ട്. അങ്ങനെ പലരും
ആർക്കും ഇത് മൂടി വെക്കില്ല. വന്നാൽ അവനൊരു സാംസ്കാരികമായ ഔന്നത്യമുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലായാൽ ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് ഭാഷക്കാരനായിക്കോട്ടെ, ഏത് പ്രായക്കാരനായിക്കോട്ടെ, നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ ഒപ്പം നിർത്തി കാണിച്ചു കൊടുക്കും. അതായത് ഒരു മുറിക്കകത്ത് അവിടെ വന്നാൽ അറിയാം, എൻ്റെ ഒപ്പം ഒരു 10-15 പേര് പഠിക്കുന്ന ജിജ്ഞാസുക്കളായ ആൾക്കാരുണ്ടാവുക എപ്പോഴും. പുതിയ തലമുറയെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അന്യം നിന്നു പോകും. ഇത് അന്യം നിന്നു പോകും, നമ്മുടെ പാരമ്പര്യ വൈദ്യുതി സംഭവിച്ചതുപോലെ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ശ്രദ്ധേയമായ മർമ്മങ്ങളെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ശരീരത്തിൽ ഈ 4 അമൃത സ്ഥാനങ്ങളുണ്ട്. അതായത് ഗരുഡൻ അമൃത് കൊണ്ടുവച്ച ഈ നമ്മുടെ പുരാണ കഥകളിൽ പലതും ഈ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ സമുദ്രമന്ഥനം ചെയ്ത കഥ, ഇതൊക്കെ ഈ ചികിത്സയുടെ തത്വങ്ങളും വളരെ അധികം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ശ്രദ്ധേയമായ 4 മർമ്മസ്ഥാനങ്ങളെക്കുറിച്ചും അതുമൂലം ചെയ്യാൻ പറ്റുന്ന ചികിത്സകളെക്കുറിച്ചുമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇപ്പോൾ ഇതിനകത്തൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ആര് വന്നാലും ഞാനിത് കാണിച്ചു തരുമെന്ന്. അപ്പോൾ എനിക്കുള്ള ഇൻവിറ്റേഷനായിട്ട് ഞാൻ സ്വീകരിക്കണം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് അവിടെ പോകാൻ തീരുമാനിച്ചു. എനിക്കൊന്ന് കാണണം, പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സന്ദീപ് ഉൾപ്പെടെയുള്ള ക്യാമറാമാന്മാരെ കൂട്ടണം. എന്നിട്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് വരണമെങ്കിൽ എവിടെയാണ്, പെരുമ്പാവൂർ എവിടെയാണ്? ഇത് നമുക്ക് ആലുവ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പെരുമ്പാവൂർ വരുന്നത്. ആലുവയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ. പെരുമ്പാവൂർ വളരെ MC റോഡിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു പ്രശസ്തമായ നഗരമാണ്. അവിടെ പെരുമ്പാവൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ശ്രീസ്വാമി വൈദ്യഗുരുകുലം. പോലീസ് സ്റ്റേഷനും ഒക്കെയാണ് പെട്ടെന്ന് ലാൻഡ്മാർക്കായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട്. അല്ല, അവിടെ എന്താ ശരിക്കും ആശുപത്രിയാണോ, എന്താ സംഭവം? ശ്രീസ്വാമി വൈദ്യഗുരുകുലം ഗുരുകുലം എന്നുള്ള പേര് കണ്ടുകൊണ്ടായിരുന്നു. അതെ. ഇത് ഈ സങ്കല്പത്തോടു കൂടി തന്നെയാണ് ഈ പേര് ഇട്ടത്. ഗുരുക്കന്മാർ പറഞ്ഞ അവിടെ താമസിക്കുന്ന. അതെ, ഈ ശ്രീ എന്ന് അത് എൻ്റെ ഗുരുവിൻ്റെ സ്മരണാർത്ഥം ഇട്ടതാണ്. സ്വാമി എന്നുള്ളത് 2 അർത്ഥത്തിൽ അത് എടുത്തു. അന്നുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും തിരുമും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവുണ്ട് സ്വാമി. ആ സ്വാമിയെ അദ്ദേഹം സ്മരിച്ചുകൊണ്ട് ഈ പേരങ്ങ് അംഗീകരിച്ചു. പെരുമ്പാവൂര് ശാസ്താവിൻ്റെ മണ്ണ. പെരുമ്പാവൂര് ശാസ്താവ് എന്ന് പറയുന്നത് ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു പ്രത്യേക ഭാവത്തിലുള്ള ഒരു ശാസ്താവ്, വളരെ ഡിസിപ്ലിൻ ഉള്ള ഒരു ശാസ്താവാണ് പെരുമ്പാവൂര് ശാസ്താവ്. നമ്മുടെ ഗുരുകുലത്തിനടുത്താണോ? തൊട്ടടുത്ത. അപ്പോൾ ഈ ബിജു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഗുരുവിൻ്റെ സ്മരണയും പെരുമ്പാവൂരുള്ള ഈ ശാസ്താവിനെയും ഒക്കെ ചേർത്തുകൊണ്ട് ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ടു ബി എ മാസ്റ്റർ നോട്ട് എ സ്ലേവ്. നിങ്ങൾ ആരും, ഞാൻ ഗുരുവാണെങ്കിൽ നിങ്ങൾ ഗുരുവാണ്. ഞങ്ങൾക്ക് ഈ ഗുരുശിഷ്യ പാരമ്പര്യം ഇല്ല. ഞാൻ ഗുരുവാണ്, നിങ്ങളൊക്കെ എൻ്റെ ശിഷ്യ, അങ്ങനൊരു കാര്യമില്ല. അതുകൊണ്ടാണ് എന്നെ ചേട്ടാ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു. ഗുരുക്കളെ എന്ന് വിളിക്കുന്നത് ബഹുവചനമാണ്, എന്നെയല്ല. എൻ്റെ പുറകിൽ നിൽക്കുന്നവരെയാണത്, എൻ്റെ പരമ്പരയാണ് വിളിക്കുന്നത്, എന്നെയല്ല. കാരണം ഞാൻ ഗുരുവാണെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും ഗുരുവാണ്. എല്ലാവരും, ഒരു ആളും അടിമയല്ല, എല്ലാവരും മാസ്റ്ററാണ്, അല്ലെങ്കിൽ ആകണം. അപ്പോൾ ഈ കുലം എന്ന് കഴിഞ്ഞാൽ ഗ്രൂപ്പാണ്. നല്ല ബോധമുള്ള, സമർപ്പണമുള്ള, ഗുരുത്വമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഗുരുകുലം. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഗുരുകുലത്തിൽ തന്നെ കളരി എന്ന് പറഞ്ഞൊരു പരിശീലന കേന്ദ്രമുണ്ട്. കളരിയുണ്ടോ? കളരി. അതെ, ഈ ചെങ്ങന്നൂരാദി എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സമ്പ്രദായം പരിശീലിപ്പിക്കുന്ന ഒരു കളരിയുണ്ട്. ഈ കളരിക്ക് നമുക്ക് വലിയ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. യാദൃച്ഛികമായിട്ട് നമുക്ക് ഈ കളരിക്ക് ലൈസൻസ് നേടിയെടുക്കുന്നതിനകത്ത് ചില പരിമിതികളുണ്ട്. അതിൻ്റെ ആയുധക്രമത്തിലേക്കൊന്നും അതുകൊണ്ട് കടക്കാൻ പറ്റാതിരിക്കുകയാണ്. അത് ഈ അടുത്ത് തന്നെ ഞങ്ങളത് പരിഹരിക്കും. ചില സാങ്കേതികമായ കാരണങ്ങളുമുണ്ട്. ഇത് കൂടാതെയാണ് നമ്മളുടെ ചികിത്സ.
മാസത്തിൽ 14 ദിവസമാണ് ഈ ചികിത്സയുള്ള ദിവസങ്ങൾ. ഉം. അപ്പോൾ അത് ഒരു ഹോസ്പിറ്റലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് മൂന്ന് വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഹോസ്പിറ്റൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഡോക്ടർ ആശുപത്രിയുടെ എല്ലാ നിയമ ചട്ടക്കൂടിനുള്ളിൽ. പക്ഷെ അവിടെ വന്നാൽ ആശുപത്രിയായിട്ട് തോന്നത്തില്ല. അവിടെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അവിടെ ഈ അഡ്മിറ്റായിട്ട് പോകുന്നവർ പിന്നീട് അവരുടെ കുടുംബമായിട്ടാണ് കരുതുന്നത്. അവരുടെ തറവാടാണ്. അവർക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ വെക്കേഷന് കുട്ടികൾ വന്ന് നിൽക്കുന്നത്, നമ്മൾ പണ്ട് അമ്മാവൻ്റെ വീട്ടിലൊക്കെ പോകുന്നത് പോലെ വെക്കേഷൻ ആകുമ്പം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മഞ്ചേരി, കാസർഗോഡ്, തിരുവനന്തപുരത്തു നിന്നൊക്കെ കുട്ടികൾ ബാഗ് കൊടുത്തിട്ട് വീട്ടുകാർ തന്നെ കൊണ്ടുവിടുക. അങ്ങനെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അങ്ങനെ വന്നാൽ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം പരിമിതമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഡിസ്ചാർജ് പോയിട്ടുള്ള ഒരാൾ, അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു വിഷമം വന്നു, എങ്ങോട്ട് പോകണം, പോകാനൊരു ഇടമുണ്ട്, ഒരു ഗുരുകുലമുണ്ട്. അതിനൊരു ആൾ പറഞ്ഞത്, ഈ നല്ല വെയിലത്തുനിന്ന് വന്ന് ഈ തണുത്ത മുറിയിലോട്ട് കയറിയില്ലേ, അതുപോലെ ഗുരുകുലം. അല്ലെങ്കിൽ ഒരു നിറയെ ഇലച്ചാർത്തുള്ള മരത്തിൻ്റെ താഴെ പോകുന്നത് പോലെയാണ് ഗുരുകുലം. അപ്പം ഞങ്ങൾ നല്ല വെയിൽ കൊള്ളുന്നുണ്ട്, പക്ഷെ അത് താഴെയുള്ളവർക്ക് തണലാകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഇപ്പോൾ ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആശുപത്രിയിൽ എന്ത് ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത്? എല്ലാ രോഗങ്ങൾക്കും, അതായത് നമുക്ക് അവിടുത്തെ സൗകര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് എല്ലാ രോഗങ്ങൾക്കും ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ പറഞ്ഞ കളരി മർമ്മ ചികിത്സ വേറെയാണോ, അതോ ഇതിൻ്റെ ഭാഗമാണോ? ഇത് ഹോസ്പിറ്റലുമായിട്ട്, ഇപ്പോൾ ഞാനൊരു വൈദ്യനോ അല്ലെങ്കിൽ ഇന്നത്തെ നിയമം അനുസരിച്ചിട്ടുള്ള ഒരു ചികിത്സകനോ അല്ല ഞാൻ. അപ്പോൾ എൻ്റെ ഈ പരിമിതികളുള്ളത് കൊണ്ട് ഞാനിത് എൻ്റെ മുമ്പിൽ വരുന്നവരോട് ഞാനിത് സംസാരിക്കും. ഞാൻ എന്താണെന്നും എന്തല്ലെന്നും ഒക്കെ സംസാരിച്ച് എൻ്റെ ഒപ്പം നിൽക്കുന്ന ഡോക്ടർമാർക്ക് ഞാൻ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും. അവരതങ്ങ് ചെയ്യും. അതുമല്ലാത്ത പക്ഷം ചില പ്രത്യേക കേസുകളിൽ ഞാൻ കൈവച്ച് ചെയ്യും. പക്ഷെ അകത്തേക്ക് മരുന്ന് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകാറില്ല. എനിക്കതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളുണ്ട്. ആ അറിവുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ പാർത്ഥസാരഥി ഈ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മളുടെ ഒപ്പമുണ്ട്. അത് ഇതേപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ വന്ന ഡോക്ടർമാരും ഒക്കെ ചേർന്ന് ഈ എൻ്റെ കയ്യിലുള്ള മരുന്നുകൾ അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന എല്ലാ മരുന്നുകളും ക്ലിനിക്കൽ ട്രയലുകൾ നടത്തി, സ്റ്റെബിലിറ്റി സ്റ്റഡി നടത്തി, ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലിരിക്കുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകളൊക്കെ തന്നെ അതിനകത്ത് പ്രിസർവേറ്റീവുകളൊന്നും ചേർക്കത്തില്ല. വേണ്ടുന്ന സാധനങ്ങൾ വളരെ നമുക്ക് ഒരുപാട് മരുന്നുകൾ ആവശ്യമില്ല. പലപ്പോഴും നമുക്കൊരു 60 ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ട് അത് തിരിച്ചും മറിച്ചും നിരവധി മരുന്നുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഏത് രോഗങ്ങൾക്കും ഒരു 10-15 മരുന്നുകൾ കൊടുക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് 1-2 കഷായം മതി ഒരാൾക്ക് കൊടുക്കാൻ. അല്ല, അലോപ്പതിയിലും പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പണ്ട് ഹാത്തി കമ്മീഷൻ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇത്രയും മരുന്നൊന്നും വേണ്ട, ആകെ വളരെ കുറച്ച് മരുന്നുകൾ മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഇൻഡസ്ട്രി ആയിട്ട് മാറി. മരുന്ന് വ്യവസായമാണല്ലോ. അതെ. എൻ്റെ ഒരു ഗുരു പറഞ്ഞേ, എടാ മരുന്നൊക്കെ വെറും ഒരു സൂത്രം മാത്രമാണ്. രോഗം മാറണമെങ്കിൽ നിൻ്റെ അകത്തിരിക്കുന്നവൻ ക്ഷമിക്കണം. വിപുലമായ അർത്ഥമുള്ള ഒരു വാക്കാണിത്. അതെ അതെ അതെ. മരുന്നിനൊക്കെ ഒരു പരിധിയും പരിമിതിയുണ്ട്. ഈ അമൃതസ്ഥാനങ്ങളൊക്കെ കൃത്യമാക്കി വെച്ചാൽ പല രോഗങ്ങളും എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത രോഗങ്ങൾ അവൻ്റെ ത്രംബകം എന്ന് പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവൻ്റെ കാശിയിലോ ഒക്കെ നമ്മളൊന്ന് കൈവച്ചാൽ അവൻ കഴിക്കുന്ന മരുന്നുകൾ ഫലിക്കുന്നത് കാണാം. എന്നാൽ ഇതൊരു ദിവ്യാത്ഭുത ചികിത്സയല്ല. ഞാൻ മന്ത്രവാദത്തിലോ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ദൈവവിശ്വാസിയല്ല. ഞാൻ ദൈവവിശ്വാസിയല്ല. ആകാശത്തിലൊരു ദൈവം ഇരിക്കുന്നെന്നും അതെന്നെ നിയന്ത്രിക്കുന്നുവെന്നും ഞാൻ നല്ലത് ചെയ്താൽ എന്നെ അഭിനന്ദിക്കുമെന്നും ചീത്ത ചെയ്താൽ ശിക്ഷിക്കുമെന്നും ഞാൻ ഒരിക്കലും ധരിക്കുന്നില്ല. കാരണം ഈ ചികിത്സ ചെയ്യണമെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ചികിത്സ ചെയ്യാൻ പറ്റൂ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ രാമൻ
ഭരതനോട് ചോദിച്ചു ഞാൻ ഓർക്കുന്നത്, ചാർവാകന്മാർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിച്ചു. ഈ ഉം. ചാർവാകൻ ആരാണെന്ന് സത്യത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഉം. ഈ നമ്മുടെ വൈദ്യത്തിൻ്റെ പാരമ്പര്യം ഉം. രാവണനിൽ നിന്നാണ് വന്നത്. ഉം. അഗസ്ത്യ മഹർഷി രാവണൻ്റെ ബന്ധുവായിരുന്നു. ഉം. അപ്പോൾ രാവണൻ്റെ സ്വഭാവത്തിനെക്കുറിച്ചും രാവണൻ്റെ രീതികളെക്കുറിച്ചുമൊക്കെ പല വിവാദങ്ങളും പല രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ തർക്കമില്ലാത്ത കാര്യങ്ങളുണ്ട് രാവണൻ്റെ കാര്യത്തിൽ. രാവണൻ്റെ സംഗീതം, രാവണൻ്റെ വൈദ്യം, രാവണൻ്റെ ഭക്തി, രാവണൻ്റെ ഭക്തി. കർമ്മം ശരിയല്ലെങ്കിലും ഭക്തിയായിരുന്നു രാവണന്. ഉം. അപ്പോൾ ഇതൊക്കെ ചേരുന്നതാണ് നമ്മളുടെ വൈദ്യ പാരമ്പര്യം. ഉം. അപ്പോൾ അതായത് വൈദ്യം ആസുരമാണോ? എന്താണ് ആസുരം എന്ന് മറുചോദ്യം ചോദിക്കേണ്ടി വരും. അങ്ങ് ഉദ്ദേശിക്കുന്ന ആസുരം അങ്ങ് എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ല, രാവണനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. രാവണൻ രാവണൻ്റെ നമ്മുടെ മുന്നിലുള്ള ചിത്രം രാവണൻ്റെ ഏറ്റവും ദുഷ്ടനായ ഒരു അസുരനായിരുന്നു എന്നാണ്. രാവണനൊരു ബ്രാഹ്മണനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. രാവണൻ എങ്ങനെയാണ് അസുര രാജാവ് എന്നാണ് പറയുന്നത്? അത് പ്രവൃത്തിയിലായിരിക്കാം. പ്രവൃത്തിയിലാണോ എന്നും എനിക്കറിയില്ല. ഉം. എനിക്കറിയാവുന്ന ഒരു രാവണനുണ്ട്. ഉം. എനിക്ക് അറിയാവുന്ന രാവണൻ്റെ മനോഹരമായ ചില ചിത്രങ്ങളുണ്ട്. അത് രാവണന് ഒരുപാട് ഫാൻസ് ഉള്ള ആളുകളാണ് കേരളത്തിലുള്ള അല്ലേ. എനിക്ക് ഹനുമാനെ വലിയ ഇഷ്ടമാണ്. ഹനുമാൻ കള്ളം പറയുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഹനുമാൻ രാവണനെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ലങ്കയിൽ പോയി. അങ്ങനെ രാവണൻ്റെ പല കിടപ്പറയിലും ഹനുമാൻ കയറി നോക്കി, ഇവിടെയാണോ. അവസാനം ഇത് വാൽമീകി രാമായണം. രാവണൻ്റെ അന്തഃപുരത്തിൽ ചെന്നു. ഈ രാവണൻ്റെ അന്തഃപുരത്തിൽ ഹനുമാൻ കണ്ട ഒരു കാഴ്ച, സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ ശയിക്കുന്നു. അതിസുന്ദരിയാണ്. ഒരു വലിയ മെത്തയുടെ മുകളിൽ ഒരു ആന വിശ്രമിക്കുന്നത് പോലെ ഒരു രാവണൻ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠമായ കൈകളിലും വയറിലും ശരീരത്തിലുമൊക്കെ സ്ത്രീകൾ കിടന്നുറങ്ങുന്നുണ്ട്. അതാണോ സീത? ആ സുന്ദരി അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ യൗവനയുക്തയല്ല, ഒരു പ്രൗഢയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഹനുമാൻ ആ സ്ത്രീ അല്ല സീതയെന്ന് തിരിച്ചറിഞ്ഞിട്ട് അശോകവനിയിലേക്ക് പോകും. ഇത് അർദ്ധരാത്രി സമയത്താണ് ഇത് ചെയ്യുന്നത്. അശോകവനിയിൽ ചെന്ന് ഹനുമാൻ ഇരുന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഏകദേശം 3 മണിയാകുമ്പോൾ ഭേരിയും പെരുമ്പടയൊക്കെ മുഴങ്ങുകയാണ്. വെൺകൊറ്റക്കുട ചൂടി രാവണൻ്റെ എഴുന്നള്ളത്താണ്. എത്ര മണിക്കാണ്? 3 മണിക്ക് പുലർച്ചെ. ലങ്കയിലെ ഒരു ദിവസം തുടങ്ങിയിരുന്നത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി അതിരാവിലെ എഴുന്നേൽക്കുന്നു, പ്രവർത്തനത്തിലേക്ക് പോകുന്നു, ഓഫീസിൽ പോകുന്നു എന്ന് പറയുന്നത് എനിക്ക് ഇത് കേട്ടപ്പോൾ വായിക്കുമ്പോൾ ഓർമ്മ വന്നത് രാവണൻ്റെ എഴുന്നള്ളത്താണ്. ആ തേജസ്വിയായ രാവണൻ എഴുന്നള്ളി വരികയാണ്. മദ്യപിച്ച് കിടന്ന ഒരാൾക്ക് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വരാൻ സാധിക്കുമോ? മദ്യപിച്ച് കിടന്നു എന്നാണ് ചിലർ പറയുന്നത് രാവണൻ. രാവണൻ്റെ ഒപ്പം ഇത്രയും സ്ത്രീകൾ, രാവണനും ഭാര്യയും ഉറങ്ങുന്നിടത്ത് സുരക്ഷിതരായിട്ട് ഇത്രയും സ്ത്രീകൾ കിടന്നുറങ്ങുന്നെങ്കിൽ ഞാൻ കാണുന്ന രാവണൻ്റെ മഹത്വം അവിടെയാണ്. ഇത് പല വാദങ്ങളും ഇതിനകത്തുണ്ടാകും. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഉപാസിക്കുന്ന ഹനുമാൻ അവിടെ ചെന്ന് എത്തി നോക്കിയത് അതുകൊണ്ടാണ് ഞാനിത് അറിഞ്ഞത്. അല്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റേ കഥകൾ മാത്രമേ അറിയൂ. അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹനുമാനിലൂടെയാണ് രാവണൻ്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു നറേഷനിലൂടെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറയാം, ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിക്കാൻ സാധിക്കും. രാവണനാണ് വീണ കണ്ടുപിടിച്ചത്. നമ്മൾ മേരുചക്രം, ശ്രീചക്രം എന്ന് പറയുന്ന ആ ഉപാസനയും ആ ശ്രീയന്ത്രത്തിൻ്റെ ഗണിതവും വികസിപ്പിച്ചെടുത്തത് രാവണനാണ്. രാവണന് സ്വന്തമായിട്ടൊരു കാലഗണന ഉണ്ടായിരുന്നു. നമ്മുടെ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട ആ കഥ കേൾക്കാം. രാവണൻ്റെ കാലഗണന മാറി രാവണൻ സൂര്യനെ ഒരു പ്രത്യേക ഡയറക്ഷനിൽ കൊണ്ടുപോയി വെച്ച്
രാവണനൊരു കാലഗണന ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് പുതിയ കാലഗണന വന്നതാണ് വിഷു എന്ന്. വിഷു ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. വിഷു കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഒരു ഞാൻ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ഒരു വളരെ ആധികാരികമായിട്ട് കാര്യങ്ങൾ എഴുതുന്ന എൻ്റെ ഒരു സുഹൃത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, വ്യാകരണം, രാവണൻ്റെ കൃതികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ശിവനെ കുറിച്ചിട്ടുള്ളത്. അതല്ലാതെയൊക്കെ ഉണ്ട്. നമ്മുടെ നൃത്തരൂപങ്ങളുടെ തുടക്കം അകത്തിയ ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ടെക്സ്റ്റ് ഉണ്ട്, അതിൽ നിന്നാണ് വന്നത്. ഈ വർമ്മകലയിൽ മുഴുവൻ വന്നത് രാവണനിൽ നിന്നാണ്. ഈ ഹനുമാനും രാവണനും കൂടെ ഏറ്റുമുട്ടുന്ന ഒരു കഥ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹനുമാനും രാവണനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഹനുമാൻ ആദ്യം ഒരു അടി അടിച്ചു, രാവണൻ ബോധരഹിതനായിട്ട് വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാവണൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഹനുമാൻ ദുഃഖിതനായിട്ടിരിക്കുന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടിയിൽ ഒരുത്തൻ എഴുന്നേറ്റ് വരുന്നത് ആദ്യമാണ്, ഇവന് മറ്റേ വിദ്യ അറിയാം. അവൻ തിരിച്ച് രാവണൻ പ്രഹരിച്ചു, ഹനുമാനും ബോധരഹിതനായിട്ട് വീണു. ഇവർ രണ്ടുപേരും ഈ വിദ്യ നല്ല രീതിയിൽ കൈകാര്യം, മർമ്മശാസ്ത്രത്തിൻ്റെ രണ്ട് വക്താക്കളായിരുന്നു ഇവർ രണ്ടുപേരും. ഇവരുടെ ഏറ്റുമുട്ടലുകളൊക്കെ തന്നെ എവിടേക്ക് അമ്പെയ്യണം, ഏത് ശരീരത്തിൽ അമ്പെയ്ത് കൊണ്ടാൽ പോരാ, അതിന് കണ്ണെന്നാണ് പറഞ്ഞത്. ഏത് കണ്ണിൽ, മെയ്യിലെ ഏത് കണ്ണിലേക്ക് ആ ശസ്ത്രം ചെന്ന് തട്ടണം, തട്ടിക്കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് മരിക്കും, ഇതൊക്കെ കൃത്യമായിട്ട് രാമായണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ മർമ്മശാസ്ത്രം ഇതൊക്കെ രാവണനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒന്നാണ്. രാമനാണോ മഹാനെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഡിബേറ്റബിളാണ് തീർച്ചയായിട്ടും. അത് വേറൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ചാർവാകനെ ഞാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ചാർവാകനെ കുറിച്ച് പറയാനും അറിയില്ല. അപ്പോൾ എൻ്റെ വഴിതെറ്റി വന്നൊരു ചോദ്യമായിട്ട് കൂട്ടിയാൽ മതി. പക്ഷേ അതിലൂടെ നമ്മളൊരു കഥയിലൂടെ നമ്മൾ നിത്യം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ഈ കഥയിലൂടെ വന്നത്, അല്ലേ? തീർച്ചയായും. നമ്മൾ മറ്റൊരാൾ വന്ന് കാണുന്നത് വരെ നമ്മൾ ആരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ കഥകളെ നമ്മൾ അറിയുന്നുള്ളൂ. അവനവൻ്റെ ബോധ്യമാണ് പ്രധാനം. അപ്പോൾ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട കഥകളെ അറിയാവുള്ളൂ. ഇപ്പോൾ വന്ന് കണ്ട് അറിഞ്ഞ് ബോധ്യപ്പെടുന്നത് പോലെയാണ് നമ്മൾ തമ്മിലിരിക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊരു അപൂർവമായ ഒരു സംവാദമാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ നടത്തിയത്. ഇത് നമ്മൾ തുടരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈ പരമ്പരാഗത ചികിത്സാ രീതികൾ വളരെ കുറവാണ്. വളരെ ചുരുക്ക സ്ഥലങ്ങളിലെ ആധികാരികമായും ശാസ്ത്രീയമായും റിസൾട്ട് ഉറപ്പാക്കിയും നടക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഫീസുമാണ്, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലത്തിൽ ഇങ്ങനെ കൊള്ള ഫീസ് വാങ്ങുന്ന ചികിത്സയാണോ? തീർച്ചയായിട്ടും. വലിയ ഫീസ് വാങ്ങുമോ? വലിയ ഫീസ് തുറന്നു പറയുകയാണോ? അതെ. കഴിഞ്ഞ 6 വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 80 കോടി രൂപ ഈ ചികിത്സയിലൂടെ ആ സ്ഥാപനത്തിന് വരുമാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. സ്ഥാപനം ആരുടെയാണ്? സ്ഥാപനം അതിൻ്റെ ഫൗണ്ടർ ഞാനാണ്, കീർത്തികുമാർ. ഇതൊരു ട്രസ്റ്റാണ്. അങ്ങയുടെ സ്വന്തം ഒന്നുമല്ല. എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിനെ ഞാൻ മാനേജിങ് ട്രസ്റ്റി ആയിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. വ്യക്തിപരമായിട്ട് ഞങ്ങൾ മനുഷ്യരാണ്, വ്യക്തിപരമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഞങ്ങൾ തമ്മിൽ കാരണം ഈ 80 കോടി രൂപ വന്നത് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. ഒന്നുകിൽ കനകം ഇല്ലെങ്കിൽ കാമിനി, അതാണല്ലോ കലഹങ്ങളുടെ മൂലകാരണം. അപ്പോൾ ഈ
ഗണിതത്തിൻ്റെ ഭാഷ എനിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ഞാൻ ഇത്രയും വലിയൊരു തുകയെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കുന്നത്. ഇതെന്നെ കണക്കൊന്നും നോക്കാറില്ലായിരുന്നു അല്ല, അല്ലേ? ഇത് ഈ ഒരു 3 മാസം ഞാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൽ നിന്നൊന്ന് വിട്ടു നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കൊല്ലത്ത് പുത്തൂരെന്ന് പറയുന്ന സ്ഥലത്ത്, പുത്തൂർ അറിയാം, എൻ്റെ ഒരു RSS പ്രവർത്തകനായ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു വീട്ടിൽ ചെന്നു. സന്തോഷമോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ നിൽക്കുക. ഒരു സാധാരണ ദരിദ്രമായൊരു ചുറ്റുപാട്, ഒരു സാധാരണ വീടും 2 ചെറിയ മക്കളും ഭാര്യയൊക്കെ അടങ്ങുന്ന, നമുക്ക് അവരുടെ ആ സാമ്പത്തിക പരിമിതികൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വീട്. ഈ ഗുരുകുലത്തിൽ നിന്ന് മാറി ഞാൻ അവിടെ ചെന്നപ്പോഴേ എന്നെ കണ്ണു തുറപ്പിച്ചൊരു സംഭവം. അദ്ദേഹം പറഞ്ഞു, എന്നെ കണ്ടു. അപ്പം ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നതാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ ലോക്കൽ ചവറയിൽ നിന്നും ചെന്ന ആളായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല, അത്രയും വേദന. ഞാൻ അദ്ദേഹമായിട്ട് വർത്തമാനം പറഞ്ഞു. അദ്ദേഹത്തിന് ഗൾഫിൽ നിന്ന് വന്ന് കിടപ്പാണ്. ഞാൻ ചില നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹം സ്വസ്ഥനായി എഴുന്നേറ്റ് ഒന്ന് വയറിളക്കാനും കൂടെ പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ 3ാമത്തെ ദിവസം തൊട്ട് ജോലിക്ക് പോയി. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഞാൻ എന്നോട് ചോദിച്ചു, എന്താ ചികിത്സയൊന്നും ചെയ്തില്ലേ? അപ്പോൾ ഒരാളെ ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മളതൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ, പൂർവ്വ ചരിത്രമൊക്കെ. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ, ഞാൻ പെരുമ്പാവൂർ ഒരു ശ്രീസ്വാമി വൈദ്യ ഗുരുകുലമുണ്ട്, അവിടെ ചികിത്സിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് അത് സാധിച്ചില്ല. എനിക്കത് എന്തു പറ്റി? അതവിടെ വിളിച്ചപ്പോൾ ഒരു പ്രാവശ്യം പോകുന്നതിന് 10,000 രൂപയാകും എന്ന് ഫോണിലൂടെ പറഞ്ഞു. ഞാൻ ആ ഫോൺ നമ്പർ ഉടനെ ചോദിച്ചു. സത്യമാണ്, 10,000 രൂപ ആകുമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് അവിടം വരെ പോകണമെങ്കിൽ 8,000 രൂപ കാറ് വിളിക്കണം. ഒരു പ്രാവശ്യം പോയി വരുന്നതിന് 20,000 രൂപയ്ക്ക് അടുപ്പിച്ച് ചിലവ് വരും, ഭക്ഷണം ഉൾപ്പെടെ. കൂടുതൽ സഹായം ഉണ്ടെങ്കിൽ അതിന് അതെ. ചേട്ടാ, എന്നെ കൊണ്ട് താങ്ങാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് കിടപ്പാണ്. എൻ്റെ നെഞ്ചിലൊരു സാധനം, ഇതിനാണോ എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്? ഞാനിതൊക്കെ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. എനിക്ക് മനസ്സിലായി, ഈ പണമാണ് എൻ്റെ പ്രശ്നം. ഈ തെറ്റായിരുന്നു ചെയ്തത്. അങ്ങനെ 10,000 രൂപ ഉണ്ടായിരുന്നോ ഒരു തവണ വന്നു പോകുന്നത്? അതെ. ഈ കണക്കിൻ്റെ കാര്യങ്ങളും ഇത്തരം ബില്ലിങ്, ഇത് ഞാനായിരുന്നില്ല ശ്രദ്ധിച്ചത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന ആൾക്കാരോട് സംസാരിക്കുക, ഇതിൻ്റെ പ്രൊമോഷൻ, ഈ വീഡിയോകൾ സാമ്പത്തികമല്ല. അതായത് ഇതിൻ്റെ വേണ്ടിയിട്ട് വീഡിയോകൾ, നിങ്ങൾ ഈ ഗുരുകുലത്തിൻ്റെ കണ്ട വീഡിയോകളുടെയൊക്കെ പുറകിൽ ഞാനാണ് പ്രവർത്തിക്കുന്നത്. ഈ ആയുർ നടനം പോലുള്ള പരിപാടികൾ, ഇതിൻ്റെ സർഗാത്മകമായ ഭാഗത്താണ് മരുന്നുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ, പിന്നെ PR വർക്കുകൾ, ഇതൊക്കെ ചെയ്യുന്ന, സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നത് സുഹൃത്താണ്. അദ്ദേഹം ഇങ്ങനെ ഇത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണോ എന്നെനിക്കറിയില്ല, പക്ഷെ ഇത് കൂടി വന്നു. എന്തായാലും ഈ കൊറോണയുടെ സമയത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമായത്. നമുക്ക് വന്നുകൊണ്ടിരുന്നത് റബ്ബർ വെട്ടുന്നവരും സാധാരണക്കാരായ ആൾക്കാരാണ്. ഈ 2025 ആയപ്പോഴേക്കും സാധാരണക്കാർ, വലിയ വലിയ വാഹനങ്ങളൊക്കെ കിടക്കുന്നതാണ്, സാധാരണക്കാരുടെ എണ്ണം കുറഞ്ഞു. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അന്ന്. ഞാൻ ആ വ്യക്തിക്ക് ഇവിടെ ഇത് തുറന്നു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു, ഞാൻ അവിടുത്തെ ആളാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? 140 സ്റ്റാഫുകളുണ്ട്. നമുക്ക് പണം കൂടുതൽ വാങ്ങുന്നതിന് പല ന്യായങ്ങളും ഒരു പക്ഷേ ഉണ്ടാകും. പക്ഷേ ഇത് അന്യായമായി പോയി, സാധാരണക്കാരന് അപ്രാപ്യമായി പോയി. എൻ്റെ ഗുരുക്കന്മാരുടെ പണം ചാണകം പോലെയാണ്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണ്.
അത് നീ എടുത്തു കലക്കി ദേഹത്തോട് ഒഴിച്ചു വന്നാൽ പശുവിനെ ആരാധിക്കുന്നവർ പോലും നിന്നെ വീട്ടിൽ കയറ്റില്ല. മറിച്ച് ആ ചാണകം നീ കരിച്ച് ഭസ്മമാക്കി അല്പം ഇട്ടോ, അപ്പോൾ നിന്നെ കാണുമ്പോൾ ഒരു ഐശ്വര്യമൊക്കെ തോന്നും, ഒരു നമസ്തേ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നീ കൃഷിക്ക് ആ ചാണകം കൈകാര്യം വാഴക്കിട്ടാൽ ചിലപ്പം ചീഞ്ഞു പോകും, മരച്ചീനിക്ക് ഇട്ട് കഴിഞ്ഞാൽ കയ്പ് വരും. കാലവും സമയമൊക്കെ നോക്കി തെങ്ങിനിട്ടാൽ നല്ല വിളവ് കിട്ടും. ഒരു വള്ളത്തിൽ കയറി വരുന്ന വെള്ളമാണ് പണം, അത് കോരിക്കളഞ്ഞോണം, ഇല്ലെങ്കിൽ ആ വള്ളം മുങ്ങിപ്പോവും. ഇത് ബിസിനസ്സുകാരോട് പറഞ്ഞതല്ല, ബിസിനസ്സുകാർക്ക് ധാരാളം പണം വരണം. ഇത് ഇത്തരത്തിലുള്ള പാരമ്പര്യ ചികിത്സയും അത്തരത്തിലുള്ള ഭാരതീയ ശാസ്ത്രങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. എന്തായാലും ഞാൻ അതിന് ശേഷം ചില തീരുമാനങ്ങളെടുത്തു. കഴിഞ്ഞ ജനുവരി മുതൽ അവിടെ അതിനു മുമ്പും കാശില്ലെങ്കിലും വന്ന് ചികിത്സിക്കാൻ പറ്റുമായിരുന്നു. ഈ 10,000 രൂപ വാങ്ങുന്നെങ്കിലും പണമില്ലാത്തവർക്കും വന്ന് ചികിത്സിക്കാൻ അവിടെ സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളവർ അവിടേക്ക് വരാതിരിക്കാൻ ആരോ ഒരു തടസ്സം വച്ചിരുന്നു. ഓടിയിലും അങ്ങനെ വരുന്നൊരു BMW ഒക്കെ വരുന്നവർ മുതലാളിമാർ വന്നാൽ മതി എന്ന്. പക്ഷേ ഇപ്പോൾ അത് മാറി. കഴിഞ്ഞ ജനുവരി മുതൽ നമുക്ക് സാധാരണക്കാർക്കും അവിടേക്ക് വരാം, പണമില്ലെങ്കിലും വരാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ അനർഹരായ വ്യക്തികൾ സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞു വരും. ഞങ്ങൾക്ക് സൗജന്യ ചികിത്സയൊന്നും ചെയ്യാൻ പറ്റില്ല, സ്ഥാപനം നടന്നു പോകണം. പക്ഷേ ഇപ്പോൾ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പം ഞങ്ങൾ വേറൊരു കാര്യം ചെയ്തു. ഈ കേരളത്തിൻ്റെ കാസർഗോഡും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ ആൾക്കാർ അവിടെ വന്ന് നിൽക്കണം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി തുടങ്ങി. കഴിഞ്ഞ മാസം അടൂര് പോയി. അപ്പോഴാണ് മനസ്സിലാക്കി പെരുമ്പാവൂർ വരാനുള്ള വണ്ടിക്കൂലിയുടെ പകുതി കാശ് കൊണ്ട് അടൂര് വന്ന് അവർക്ക് മരുന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും. അതെങ്ങനെ പോകും? ക്യാമ്പുകളൊക്കെ പോകും. ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസം അവിടെ പോകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അടൂര്, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരത്തു നിന്നൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ വേഗം അടൂരേക്ക് വരാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ ദിവസം ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ കോഴിക്കോട്, തളിപ്പറമ്പ്, ഇവിടെയൊക്കെ കാസർഗോഡ് ഒക്കെ മാസത്തിൽ ഓരോ ദിവസം ഈ വരുന്ന മാസങ്ങളിൽ അങ്ങനെ ഉണ്ടാകും. ഇതുപോലെ ഈ പ്രവാസികൾ, നമ്മൾ ഈ പ്രവാസികളുടെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. തിളക്കമുള്ള വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന, ഇതൊന്നും അല്ലാത്ത ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന, എനിക്കറിയാം, സാധാരണക്കാർ നമ്മുടെ ചാനൽ കണ്ടിട്ട് എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ, ഞങ്ങൾ അവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ദുബായിൽ ഇതേ രീതിയിലുള്ള ഒരു OP എന്ന് നമ്മൾ പറയും. അത് ഡോക്ടർമാരും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് പോകും. ഈ വരുന്ന, ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ മാസം ദുബായിൽ അത് തീരുമാനിച്ചിരുന്നതാണ്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ള ഒരു നയമാണ്. അതിനനുസരിച്ചിട്ടുള്ള മാൻ പവർ നമുക്കുണ്ട്. ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും ചികിത്സിക്കാൻ വന്ന് രോഗിയായിട്ട് വന്ന് ഡോക്ടറായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് ഈ പല ഒരിക്കലും മാറില്ല എന്ന് വിശ്വസിക്കുന്ന ചിലർ. ഇപ്പോൾ ഈ ശരീരം മുഴുവൻ പേശികളൊക്കെ ക്ഷയിച്ചു പോകുന്ന ഒരു രോഗമുണ്ട്. ഞാൻ മനഃപൂർവ്വം ആ രോഗത്തിൻ്റെ പേര് പറയാത്തതാണ്. ഒത്തിരി ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ആ രോഗം ബാധിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി നമ്മളുടെ അടുത്ത് വന്നു. അവർ ഒരു ഡോക്ടറും കൂടെയാണ്. ആ കുട്ടി ജീവിതം ഏകദേശം തിരികെ പിടിച്ചു. സമയമെടുത്തു. ഇപ്പോൾ ആ കുട്ടി ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പ്രാപ്തി നേടിയിട്ടുണ്ട്. മുട്ടുവേദനയൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാറ്റിക്കൊടുക്കാൻ ആ കുട്ടിക്ക് ഇപ്പോൾ സാധിക്കും. അപ്പം ഈ പണത്തിനെ സംബന്ധിച്ചുള്ള ആ ചർച്ചയിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. അല്ല, എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിക്കായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വെച്ചെങ്കിലും ഇത്തവണ ഞാൻ ഉറപ്പിച്ചു. അതായത് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഒരു യൂണിറ്റ് ഒരു ദിവസം ഗുരുകുലത്തിൽ വരും. തീർച്ചയായിട്ടും സ്വാഗതം. ഉറപ്പായിട്ടും. അല്ല, ഈ ഏറ്റവും അടുത്ത ദിവസം തന്നെ വരണം. വന്നിട്ട് ഞങ്ങൾക്ക് ഇത് കാണണം. നമ്മൾ ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരും, നമുക്ക് ആയിരക്കണക്കായ നമ്മുടെ പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നേരിട്ട് കാണണം.
അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഐഡിയ ഉറച്ചു നിൽപ്പോഴാണ്. കാരണം ഇത് ഒരു അത്ഭുതമാണ്. ഇപ്പോൾ ഞാനിപ്പം എൻ്റെ ബ്രദറിലോയ്ക്കൊക്കെ അടുത്ത് നടുവേദനയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോവാം. നടുവേദന വന്നിട്ട് അദ്ദേഹം കിടപ്പാണ്. ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. ഈ ഇന്നത്തെ ആധുനിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലത്തുള്ള പുറകിലൂടെ ധനം തരുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾ വന്നാൽ അതിൽ കാര്യമില്ല. കാരണം ഇതിപ്പോൾ പ്രേക്ഷകരോട് ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിത് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡാണ്. ഞാനിപ്പോൾ എൻ്റെ ഭാര്യയോടും പറഞ്ഞു, അളിയൻ്റെ പേരും സുനിൽ എന്നാണ്. സുനിലിനെ നമുക്ക് അവിടെ കൊണ്ടുപോകാം. നടുവേദനയായിട്ട്, കലശലായ നടുവേദനയായിട്ട്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ പ്രവാസിയായിരുന്നു. തിരിച്ചു വന്നിട്ട് നാട്ടിൽ ചെറിയ വ്യവസായമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് കലശലായ നടുവേദന വന്നാൽ തീരെ വയ്യ, കിടക്കയിൽ നിന്ന് പൊങ്ങില്ല, അത്തരം അവസ്ഥയിലാണ്. ഏതായാലും ഞാനവിടെ കൊണ്ടുവരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ 2 എപ്പിസോഡുകളിൽ ദീർഘമായ എപ്പിസോഡുകളാണ്. ഒരുപാട് അറിവ് നമുക്ക് കിട്ടി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആദ്യമായി കേട്ടു. ഞാനും ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധാരണയുണ്ടായിരുന്നതൊക്കെ മാറി. ഇനിയിപ്പോൾ നമ്മളിവിടെ നിർത്തുന്നില്ല, നമ്മൾ ഇനിയും ഈ വിശേഷങ്ങൾ തുടർന്ന് വെക്കും. എനിക്കിനി ചില രോഗങ്ങൾ, അതിൻ്റെ ചികിത്സ, പിന്നെ കുറച്ച് ഈ മർമ്മ ചികിത്സ എനിക്കും പഠിക്കണമെന്ന് കൂടിയുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ തുടർന്ന് വീണ്ടും ചെയ്യും. അപ്പോൾ ഏതായാലും നമ്മളോടൊപ്പം നിൽക്കുക. ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം പെരുമ്പാവൂർ, അതിൻ്റെ കീർത്തി ഗുരുക്കൾ നമ്മളോട് സംസാരിക്കാൻ ഇനിയും വരും. അത് അമൂല്യമായ ഒരു എപ്പിസോഡുകളാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറ്റ്സ് ക്വൈറ്റ് വർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡാണ് സമീപകാലത്ത് ഇത്ര തൃപ്തികരമായി പുതിയ അറിവുകൾ കിട്ടുക. അപ്പം നമ്മളെല്ലാവരും ഓരോ തരത്തിൽ വിദ്യാർത്ഥികളാണല്ലോ. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചു. അപ്പോൾ ഏതായാലും വലിയ സന്തോഷം ഇന്ത്യ ലൈവിലേക്ക് വന്നതിൽ. വീണ്ടും വരണം, നമുക്ക് സംസാരിക്കണം. പ്രേക്ഷകർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, തുടർച്ചയായി നമ്മൾ 2-3 എപ്പിസോഡ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ഒരു യൂണിറ്റ് അവിടെ വന്ന് ഗുരുകുലത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇനി എനിക്കൊരു കാര്യം അറിയണം. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രേക്ഷകന് ഇപ്പോൾ അവിടെ അങ്ങേ ബന്ധപ്പെടണമെന്നുണ്ട്, അങ്ങനെയല്ല ഗുരുകുലത്തിൽ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗുരുകുലത്തിൻ്റെ നമ്പറുകൾ ഒന്ന് പറയാമോ? നമ്പർ നമുക്ക് പറയുന്നതിനേക്കാട്ടിലും എളുപ്പം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം ഒന്ന് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിനകത്ത് എല്ലാ വിവരങ്ങളും, റൂട്ട് ഉൾപ്പെടെ എല്ലാം കിട്ടും. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, ഇപ്പോൾ ചികിത്സയ്ക്ക് ഒരാൾ വന്നാൽ ചിലപ്പോൾ അവിടെ താമസിക്കാൻ തയ്യാറായി വരേണ്ടി വരുമോ, അതോ വന്നിട്ട് അല്ല, വന്നിട്ട് ആദ്യം കൂടിക്കാഴ്ചയാണ്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇപ്പോൾ അവിടെ വന്നാൽ നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ട് വരണ്ട. നിങ്ങൾക്ക് സമൃദ്ധമായ ഭക്ഷണം, പ്രഭാത ഭക്ഷണം അവിടെ കിട്ടും. ക്യാൻറ്റീനുണ്ടോ നമുക്ക്? അല്ല, നമ്മൾ തന്നെ ആഹാരം തയ്യാറാക്കി അവിടെ കൊടുക്കും, നമ്മളുടെ അടുക്കളയിൽ നിന്ന്. അത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നമ്മൾ ആ ആഹാരം കൊടുക്കും. സൗജന്യമാണോ? ആ വാക്കൊക്കെ പറയുന്ന അഹങ്കാരമായി. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് ആരുടെ അടുത്തുനിന്നും ഇങ്ങോട്ടൊന്നും വാങ്ങാറില്ല. ശരി, ഇത് ദാനമല്ല, ഞങ്ങൾ അവകാശമാണ്. വരുന്നവർക്ക് അങ്ങനെ ഒരു അവകാശമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് കൂടെ വരുന്നവർക്കും ഡ്രൈവർമാർക്കും നാട്ടുകാരും ഒക്കെ വന്ന് കഴിക്കാറുണ്ട്, പലരും വന്ന് കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ വളരെ വിശദമായി ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുക്കുന്ന രീതിയിൽ ഓരോരുത്തരുമായിട്ട് സംസാരിച്ചുകൊണ്ട് രോഗം അവസാനമല്ല എന്നും എങ്ങനെ ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് റിവേഴ്സ് പുറകിലേക്ക് വരാൻ സാധിക്കുമെന്നും, ഈ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. നട്ടെല്ല് തേഞ്ഞു പോകുന്നു, മുട്ട് തേഞ്ഞു പോകുന്നു. അങ്ങനെ തേഞ്ഞു പോവുമോ? ഇല്ല. അപ്പോൾ നട്ടെല്ല് തേയ്മാനം എന്നൊക്കെ ഈ എക്സ്റേ എടുത്തിട്ട് പറയും തേയ്മാനം സംഭവിച്ചിരിക്കുന്നു. അത് അങ്ങനെയല്ല. ഓരോ ശാസ്ത്രത്തിനും ഓരോ ഭാഷയുണ്ട്. ഓരോ എപ്പിസോഡ് പിന്നെ നീണ്ടുപോവാ. അതെ, എന്നാലും പറയാം. ഓരോ ശാസ്ത്രത്തിനും ഓരോ ഭാഷയുണ്ട്. മനുഷ്യൻ്റെ അസ്ഥി തേഞ്ഞു പോകുന്നില്ല, ഡിസ്ക് തെന്നിപ്പോകില്ല, ഡിസ്ക് തേഞ്ഞു പോകുന്നില്ല. ആധുനിക ശാസ്ത്രം പറയുന്നതിനെതിരാണ് പറയുന്നത്. ഇത് ഞാൻ പ്രയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആധുനിക ശാസ്ത്രത്തിനെ എന്ന് പറഞ്ഞിട്ട് ആ ശാസ്ത്രത്തിനെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാനത് ആധികാരികമായി പോയി പഠിച്ചില്ലെങ്കിലും എൻ്റെ അന്വേഷണത്തിൽ ആധുനിക ശാസ്ത്രവും ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നു എന്നാണ് ഞാൻ. അപ്പോൾ ഡിസ്ക് തേയ്മാനം എന്ന് പറയുന്നൊരു കളവാണ്. തീർച്ചയായിട്ടും ഡിസ്ക് തേഞ്ഞു പോകുന്നില്ല, ഡിസ്ക് തെന്നി പോകുന്നില്ല. ഇന്നുവരെ
ഞാൻ 10 വർഷമായിട്ട് അവിടെ വരുന്നവരടുത്ത് നിരന്തരം ചോദിക്കുന്നു, സാർ ഞങ്ങളുടെ ഡിസ്ക് തേഞ്ഞു പോയി. ആര് പറഞ്ഞു? എൻ്റെ ഭാര്യ പറയുന്നുണ്ട് അവൾക്ക് ഡോക്ടർ പറഞ്ഞത് തേയ്മാനം ഉണ്ടെന്ന്. എഴുതി തന്നതുണ്ടോ? ഇല്ല. ഈ തേഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരഞ്ഞ് അതിനിടയ്ക്ക് എന്തോ ഒരു സാധനമുണ്ട്, അത് പോയിട്ട് ഇങ്ങനെ ഒരഞ്ഞ് അതാണ് ഈ പെയിൻ എന്നാണ് പറയുന്നത്. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഇങ്ങനെ പറയുമെന്ന് എൻ്റെ അറിവിലില്ല. തേഞ്ഞു പോകും. ഇതേപോലെയാണ് ഈ പല സ്ഥലത്തും പോയപ്പോൾ ഡിസ്ക് പിടിച്ചം കിട്ടും. ജോസഫ് വൈദ്യൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ദാമോദരൻ വൈദ്യൻ്റെ വീട്ടിൽ ചെന്നു. ഇങ്ങനെയൊക്കെ പേരുള്ള വൈദ്യന്മാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, സാങ്കല്പികമായിട്ട് പറഞ്ഞ, ആരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അവിടെ ചെന്നപ്പോൾ വൈദ്യർ എൻ്റെ ഡിസ്ക് പിടിച്ചങ്ങിട്ടു. ഇപ്പോൾ എനിക്ക് ഈ ഡിസ്ക് പിടിച്ചിടുക എന്ന് പറഞ്ഞ് അത് സാധിക്കത്തില്ല. കാരണം തെന്നിപ്പോകാത്തത് പിടിച്ചിടാൻ പറ്റത്തില്ല. എൻ്റെ ഞരമ്പങ്ങ് കുടുങ്ങിപ്പോയി. വൈദ്യരെടുത്ത് തന്നെ ഒന്ന് കുടഞ്ഞു. അപ്പോൾ കുടുക്കൊക്കെ മാറി. ഏറ്റവും അന്ധവിശ്വാസം പാരമ്പര്യ വൈദ്യത്തിൻ്റെ കീഴിലാണ്. ഈ പാരമ്പര്യ വൈദ്യം കൈകാര്യം ചെയ്യുന്ന പലരോടും കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചാൽ തമാശയായിട്ട് തോന്നുന്നത്, എനിക്കൊരു പാരമ്പര്യ വൈദ്യൻ കിഡ്നിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ കിഡ്നി എന്ന് പറയുന്നത് വൃഷ്ണമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. വേറൊരു പാരമ്പര്യ വൈദ്യൻ, അത് ഗുരുകുലത്തിൽ തന്നെ വന്നിരുന്നു പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ക്യാൻസർ പരത്തുന്ന ഒരു ബാക്ടീരിയയും ഒരു വൈറസും ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പതുങ്ങി മറ്റൊരാളുടെ ശരീരത്തിൽ. ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുന്നവരുണ്ട്. വേണമെങ്കിൽ ഞാൻ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നാളെ എനിക്കെതിരെ ഉപയോഗിക്കാം, ഞാനാണിത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയുന്നവരുടെ ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഡിസ്ക് പിടിച്ചിടും, ഡിസ്ക് കുടുങ്ങിപ്പോയതിനകത്തുനിന്ന് ഞരമ്പിനെ ഊരി വലിച്ച് എടുക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഡിസ്ക് ഇത് തെന്നി മാറത്തില്ല. അഥവാ മാറിയെന്നിരിക്കട്ടെ, മരണം സംഭവിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു സംവാദം പോലെയാണ്. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ പറയും. ആ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ടാവും, നേഴ്സുമാരുണ്ടാവും. തിരിച്ച് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ ചികിത്സിക്കാൻ തോന്നൂ. അപ്പോൾ വരുന്ന ദിവസം തന്നെ താമസിക്കാൻ തയ്യാറായി വേണ്ട, താമസിക്കേണ്ട, കൺസൾട്ട് ചെയ്യുക, അന്ന് തന്നെ തിരിച്ചു പോകാം. അന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റും. ഇത് കഴിയുമ്പോൾ സുഭിക്ഷമായ ഉച്ചഭക്ഷണം, അത് ഒരു പ്രത്യേക തരത്തിലുള്ള കഞ്ഞിയാണ്. ഇന്ന് വരെ ഞങ്ങളുടെ ചികിത്സയെ കുറ്റം പറഞ്ഞിട്ടുള്ളവർ പോലും കഞ്ഞിയെ കുറ്റം പറഞ്ഞിട്ടില്ല, നമ്മുടെ ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ആ കഞ്ഞി ഒന്ന് കഴിക്കണം. അതെ, ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ മുറ്റത്ത് വരെ വന്നിട്ടുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ അടുത്തുള്ള വീട്ടിൽ പോയിട്ടുണ്ട്. അത് ശരി. പക്ഷെ അങ്ങോട്ട് കയറിയിട്ടില്ല. അടുത്ത തവണ ഉറപ്പായിട്ടും വരും. തീർച്ചയായിട്ടും. അല്ല, അടുത്ത തവണ ഉറപ്പായിട്ടില്ല, ഇതിന് വേണ്ടിയിട്ട് വരും. ഇത് കഴിഞ്ഞിട്ടാണ് ചികിത്സ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ പണം കരുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ക്ഷമ കരുതിക്കൊണ്ടുവരണം. അത് വളരെ പ്രധാനപ്പെട്ട. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇത് അങ്ങനെയും ചെയ്യാൻ പറ്റും. കാരണം ഓരോരുത്തരെയും കണ്ട് ചെയ്യുന്ന ഒരു സാധനം സമയമെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കാണാനായിട്ടാണ് പലരും വരുന്നത്. ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, വന്നിട്ട് എന്നെ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ കാണണമെന്നില്ല. ഞാൻ പരിശീലിപ്പിച്ച ഡോക്ടർമാരുണ്ട്, എൻ്റെ അടുത്തുനിന്ന് ഇത് പഠിച്ച ഡോക്ടർമാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ എന്നെക്കാട്ടിൽ ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നവർ. എന്നെക്കാട്ടിൽ ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നവർ. കാരണം കുറേ കൂടെയൊക്കെ ഒരു 5 വർഷം പഠിച്ച് കുറേ കൂടെ കാര്യമായിട്ട് ചെയ്യുന്ന, അപ്പോൾ ഉദാഹരണത്തിന് ബിന്ദു എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുണ്ട്, ഒരു 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. അവർ ഈ കാര്യങ്ങൾ പെട്ടെന്നാണ് ഗ്രഹിക്കുന്നത്. അവർ കൂടെ നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഇത് ചെയ്യാം എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കാൻ ശേഷിയുള്ള ഡോക്ടർ എന്നെക്കാട്ടിൽ പ്രഗത്ഭരുണ്ട് അവിടെ. ഈ സ്ത്രീകളുടെ ചികിത്സ ഒരു വലിയ പ്രശ്നമാണ് പുരുഷന്മാർ ചെയ്യുന്ന. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് റൂമിൽ ഒളിക്യാമറ വെച്ചിരിക്കുന്ന ഡോക്ടറെ എനിക്കറിയാം. ട്രീറ്റ്മെൻറ്റ് റൂമിൽ ഒളിക്യാമറ വെച്ചിട്ടുണ്ട് ഒരു ഡോക്ടറെ എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ സ്ത്രീകളെ ചികിത്സിക്കുന്നതുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഗുരുകുലത്തിൽ സ്ത്രീകളെ ചികിത്സിക്കാൻ, അതായത് ഞാൻ ചെയ്യുന്ന ചികിത്സകൾ എന്നെക്കാട്ടിൽ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളുണ്ട്.
അതവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സുരക്ഷിതമായി വന്ന് ചികിത്സ ചെയ്തിട്ട് പോകാം. പുരുഷന്മാരോ മറ്റാരും, അപൂർവം ഒരു 10-100 വ്യക്തികളിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ചിലപ്പോൾ അതെ അത് അതെ, ബാക്കിയുള്ള സ്ത്രീകൾ തന്നെ ചികിത്സിക്കാൻ പറ്റും. ഇതൊരു ശാസ്ത്രമാകുന്നത് എപ്പോഴാണ്? ഞാൻ മാത്രം കൈകാര്യം ചെയ്യുമ്പോഴല്ല ശാസ്ത്രം. അത് സുനിലേട്ടൻ ഇത് പഠിച്ചാൽ, സുനിലേട്ടൻ ചെയ്താലും അത് നടക്കണം. അതെ അതെ, അപ്പോഴാണ് ശാസ്ത്രമാവുന്നത്. അപ്പോഴും ശാസ്ത്രമാവുന്നത്. അത് കേരളത്തിൽ മാത്രമേ ഫലിക്കൂ, ഗുരുകുലത്തിൻ്റെ അകത്ത് മാത്രം അല്ല, അമേരിക്കയിലും ഇത് ഫലിക്കും, റഷ്യയിലും ഫലിക്കും, ഡൽഹിയിലും ഫലിച്ചാൽ മാത്രമേ ഇത് ശാസ്ത്രമാകൂ. അപ്പം ഞാൻ കൈകാര്യം എനിക്ക് പ്രത്യേകിച്ച് ദിവ്യസിദ്ധിയൊന്നുമില്ല, ഞാൻ ദൈവവിശ്വാസി പോലും അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഇത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചവരുടെ അടുത്ത് വന്നാലും മതി. അപ്പോഴേ ഇത് ശാസ്ത്രമാകും. അല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോയാൽ അതോടെ കഴിഞ്ഞു. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഏതാണ്ട് 1 മണിക്കൂർ അടുത്താണ് നമ്മൾ കീർത്തി ഗുരുക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് 1 മണിക്കൂർ നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോ 10 മിനിറ്റ്, 12 മിനിറ്റ്, 15 മിനിറ്റ് കൂടുതൽ നമ്മൾ ഇരിക്കാറില്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് സമയം പോയി അറിഞ്ഞില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഒരു പക്ഷേ 1 മണിക്കൂറൊക്കെ സമയമെടുത്ത് ഈ വീഡിയോ കാണുമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ എത്രയോ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ സമയമെടുത്ത് കണ്ടിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഒന്നും കളയാനില്ല. ഒരു കട്ടുപോലുമില്ലാതെ, ഒന്നും എഡിറ്റ് ചെയ്യാതെ ഇത് മുഴുവൻ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഇത് വർത്തിയാണ്. നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരം ശാരീരിക പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഗുണം ചെയ്യട്ടെ. ഏതായാലും ദൈവാനുഗ്രഹം എന്ന് ഞാൻ പറയുന്നില്ല, അത് ദൈവവിശ്വാസി അല്ലാത്തതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു കടുത്ത ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് ഇത്തരം ഒരു എപ്പിസോഡ് ചെയ്യാൻ കഴിഞ്ഞത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. ഇതിവിടെ കഴിയുന്നില്ല. നമ്മൾ ഇനി വീണ്ടും നമ്മുടെ കീർത്തി ഗുരുക്കളുമായിട്ട് സംസാരിക്കും. എനിക്കിനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഡിസ്ക് തേയ്മാനം എന്നൊക്കെ വെറുതെ തട്ടിപ്പാണ്, അങ്ങനെയൊന്നും ഇല്ലാന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്ന് നമുക്ക് തുറന്ന് പറയാനുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ പൊളിച്ചു കാണിക്കാനുണ്ട്. ഇനി വേറെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡുകളിൽ ഉറപ്പായും നമ്മൾക്കൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കീർത്തി ഗുരുക്കൾ അറിവിൻ്റെ, നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരുപാട് അറിവുകളുമായി വീണ്ടും വരുന്നുണ്ട്. അതുവരെ തൽക്കാലത്തേക്ക് വിടാം. അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക.